കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റ് സെന്റിമെന്റ് ദുർബലമായതുകൊണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിഞ്ഞു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. കഴിഞ്ഞ ആഴ്ച മാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 12,230 കോടി രൂപ സെല്ലിംഗ് ആണ് നടത്തിയത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 4,224 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,943 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഭാരതി എയർടെൽ. ഭാരതി എയർടെൽ 2016 സ്പെക്ട്രം അക്വിസിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ലയബിലിറ്റീസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം 3,626 കോടി രൂപ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയെ സ്വിറ്റ്സർലൻഡ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി 14 ഫാസ്റ്റ് പെട്രോ വെസലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 1,070 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഇവിടെ ഫാസ്റ്റ് പെട്രോ വെസലുകളുടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി ആരംഭിക്കുകയും ചെയ്തു. എക്സൈഡും ഹ്യുണ്ടായി മോട്ടോഴ്സിന് വേണ്ടിയുള്ള EV ബാറ്ററി നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ടേം എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനി QIP വഴി 600 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തു. GE വെർണോവ ആൻഡ് TD ഇന്ത്യ എന്ന കമ്പനിക്ക് സ്റ്റെർലിൻ ഗ്രിഡ് 32 ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഹൈ വോൾട്ടേജ് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇൻഡിഗോയുടെ സബ്സിഡറി കമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന് ഇൻഡിഗോ $43 മില്യൺ അൺസെക്യൂർഡ് ലോൺ നൽകിയിട്ടുണ്ട്. കോസ്മോ ഫസ്റ്റ് എന്ന കമ്പനി ഓട്ടോമൊബൈലുകളുടെ എക്സ്റ്റീരിയർ പെയിൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിമുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോസ്മോ ഫസ്റ്റ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. BASF എന്ന കമ്പനി അതിൻ്റെ അഗ്രികൾച്ചർ സൊല്യൂഷൻ ബിസിനസ്സിനെ ഡീമർജ് ചെയ്ത് മാർക്കറ്റിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയായി ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെൽട്ടോൺ ടെക് സൊല്യൂഷൻ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100 കോടി രൂപയുടെ ഫണ്ട് കമ്പനി QIP വഴി റൈസ് ചെയ്യും. KPI ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, കമ്പനിയുടെ ബോണസ് ഇഷ്യൂവിൻ്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി പുറത്തുവിട്ടു. ജനുവരി 3 ബോണസ് ഇഷ്യൂവിൻ്റെ റെക്കോർഡ് ഡേറ്റ്. കൂടാതെ ജയ്സൽമീറിൽ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഐസ് മേക്ക് റെഫ്രിജറേഷൻ എന്ന കമ്പനി ചെസ്റ്റ് ഫ്രീസർ, VSI കൂളർ എന്നിവയുടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഐസ് മേക്ക് റെഫ്രിജറേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ലാമിനേറ്റഡ് ട്യൂബ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി തായ്ലൻഡിൽ EPL എന്ന കമ്പനി പുതിയ ഒരു സബ്സിഡറി ആരംഭിക്കുകയും ചെയ്തു. ഇൻ്റഗ്രേറ്റഡ് ഡ്രില്ലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി സേലാർ എക്സ്പ്ലോറേഷൻ ടെക്നോളജി എന്ന കമ്പനിയിൽ നിന്നും ദീപ് ഇൻഡസ്ട്രീസിന് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ദീപ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്